الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം ഈമാനോടെ ഈ ലോകത്തോട് വിട പറയാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു സ്വർഗം പ്രദാനിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പെടുന്ന മുഴുവൻ മനുഷ്യർക്കും, വിശേഷ ഫലസ്തീനികൾക്കും അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഒരു ബോർഡുണ്ട്, ഒരു കൂറ്റൻ പരസ്യ ബോർഡാണത്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാനത് ആദ്യമായി വായിച്ചപ്പോൾ വല്ലാത്തൊരു വേദനയും ഒരു പ്രയാസമൊക്കെ തോന്നി. സത്യത്തിൽ ആ ബോർഡ് വയ്ക്കേണ്ടിയിരുന്നത് അവിടെ ആയിരുന്നില്ല. അത് പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെക്കേണ്ട ബോർഡാണ് ഈരാറ്റുപേട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നല്ല ആരോഗ്യത്തിന് പാലായിലേക്ക് വരൂ എന്നാണ്. അത് പാലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വച്ചിട്ട് നല്ല ആരോഗ്യത്തിന് ഈരാറ്റുപേട്ടയ്ക്ക് വരൂ എന്നായിരുന്നു ശരിക്കും എഴുതേണ്ടിയിരുന്നത്. ഞാനങ്ങനെ ചിന്തിക്കാൻ കാരണം നമ്മുടെ കഴിഞ്ഞകാല പ്രതാപത്തെക്കുറിച്ച് ഓർത്തിട്ടാണ്. ഒരു കാലത്ത് നമ്മൾ ചികിത്സിക്കുന്നവരും അവർ രോഗികളുമായിരുന്നു. നമ്മൾ മരുന്ന് കൊടുക്കുന്നവരും അവർ മരുന്ന് വാങ്ങുന്നവരുമായിരുന്നു. ഇന്ന് ആശുപത്രി നടത്തുന്നവർ അവരും അത് വിജയിപ്പിക്കുന്നവർ നമ്മളുമായി മാറി. അതുകൊണ്ടാണ് പാലയിൽ വെക്കേണ്ട ബോർഡ് ഈരാറ്റുപേട്ടയിൽ വെച്ചിട്ട് നമ്മളെ പാലയിലേക്ക് ക്ഷണിക്കുന്നത് ആരോഗ്യത്തിനായിട്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പിന്നെ കൂടുതൽ വിഷമമൊന്നും തോന്നിയില്ല. ഈരാറ്റുപേട്ട മുനിസിപ്പൽ പരിധിയിൽ 30 ചില്ലാനും മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. ടൗണിൽ തന്നെ 17 മെഡിക്കൽ സ്റ്റോറുണ്ട്. എന്റെ അന്വേഷണത്തിൽ എല്ലാ മെഡിക്കൽ സ്റ്റോറും ലാഭകരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പല സ്ഥാപനങ്ങളും നഷ്ടത്തിൽ ഓടുമ്പോഴും മെഡിക്കൽ സ്റ്റോറുകൾ ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. മനുഷ്യ ചരിത്രത്തിൽ ആദ്യത്തെ ഡോക്ടർ എന്ന് പറയുന്നത് അസ്കലി ബോസാണ്. അദ്ദേഹം ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യനാണ്. അദ്ദേഹമാണ് ആദ്യമായി ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് മനുഷ്യനെ ചികിത്സിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ കീഴിൽ മെഡിസിൻ പഠിച്ചിരുന്ന 12,000 ശിക്ഷകണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ചരിത്രം. യൂറോപ്പ് തുണി ഉടുക്കാതെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. അവരെന്ന് അപരിഷ്കൃതരായിരുന്നു. വിജ്ഞാനം എന്തെന്നത് യൂറോപ്പിന് അറിയുമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ മെഡിക്കൽ സയൻസിന്റെ റഫറൻസ് ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് ലോകത്തിന് സംഭാവന ചെയ്ത, യൂറോപ്പിന് സംഭാവന ചെയ്ത ഒരു സമുദായത്തിന്റെ പേരാണ് മുസ്ലിം. ഇന്ന് അവര് രചിച്ച ആ റഫറൻസുകളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഡോക്ടർക്കും ചികിത്സിക്കാനോ ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിക്ക് പഠിക്കാനോ കഴിയില്ല.
അന്ന് യൂറോപ്പിലെ ക്രൈസ്തവർ വിശ്വസിച്ചിരുന്നത് മനുഷ്യർക്ക് രോഗം വരുന്നത് പാപം ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പൈശാചികത കൊണ്ടാണ് മനുഷ്യന് രോഗം വരുന്നതെന്ന് വിശ്വസിച്ചൊരു കാലത്താണ് വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ, റഫറൻസ് ഗ്രന്ഥങ്ങൾ രചിച്ചുകൊണ്ട് യൂറോപ്പിന് സംഭാവന ചെയ്ത് മുസ്ലിമീങ്ങൾ അവരെ വഴി നടത്തിയത്. അക്കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം ഇബ്നു സീന, അവിസന്ന എന്ന യൂറോപ്പ് പേരിട്ട് വിളിക്കുന്ന ഇമാം ഇബ്നു സീന, അവിസന്ന മെഡിക്കൽ സ്റ്റോർ എന്ന് ഇന്ന് അമേരിക്കയിൽ മെഡിക്കൽ സ്റ്റോറുകൾക്ക് പേരിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെ മാറ്റിവെച്ചിട്ട് വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇമാം അബൂ ബക്കർ റാസി AD 850 ജനിച്ച് 935 മരണപ്പെട്ട വലിയ പണ്ഡിതനാണ് ഇമാം അബൂബക്കർ റാസി. വൈദ്യശാസ്ത്ര രംഗത്ത് 52 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം എഴുതിയത്. 8-ാം നൂറ്റാണ്ടിൽ ഇവിടെ ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് ഭരിക്കുന്ന കാലം, അബ്ബാസിയ ഖിലാഫത്തിന്റെ കാലഘട്ടം, സഞ്ചരിക്കുന്ന ആശുപത്രികൾ ഉണ്ടായിരുന്നു. സഞ്ചരിക്കുന്ന ആശുപത്രികളെ കുറിച്ച് നമ്മുടെ ആധുനിക ഭരണാധികാരികൾ ചിന്തിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. അതുപോലെ അലി ഇബ്നു സീന എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം 30 വാള്യങ്ങളുള്ള ഒരു വൈദ്യശാസ്ത്ര ഗ്രന്ഥം രചിച്ച് യൂറോപ്പിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്പെയിനിൽ ഒരു കാലത്ത് വിജ്ഞാനം വിളയാടിയിരുന്ന കാലത്ത് അവരെഴുതിയ ഗ്രന്ഥങ്ങളാണ്. അത്തരീഫു അമ്മൻ അജസാനി തൈലീഫ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. 30 വാള്യങ്ങളുണ്ട്. ഇമാം ഇബ്നു നഫീസ് 300 വാള്യങ്ങളുള്ള അൽ കിതാബ് ഷാമിലു ഫി തിബ്ബി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇബ്നു നഫീസ് എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഇതൊക്കെ ഇവരിൽ ചിലര് മാത്രമാണ്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഇങ്ങനെ യൂറോപ്യൻ ക്രൈസ്തവർക്ക് മെഡിസിൻ പഠിപ്പിച്ചു കൊടുത്ത, വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു കൊടുത്ത ഇന്ന് നമ്മൾ രോഗികളും അവർ ചികിത്സിക്കുന്നവരുമായി മാറി എന്നുള്ള ഒരു വിരോധാഭാസത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചാൽ, മനുഷ്യന് രോഗം വരുന്നതിന്റെയും മനുഷ്യന്റെ ആരോഗ്യത്തിന്റെയും അടിസ്ഥാനം എന്നുള്ളത് വയറാണ്. വയറ് നിറയുമ്പോൾ രോഗിയാകും, വയറ് കാലിയാകുമ്പോൾ മനുഷ്യൻ ആരോഗ്യവാനാകും. ഇതാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഇത് തന്നെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ എത്രമാത്രം ഭക്ഷണം കുറയ്ക്കുന്നോ അത്രമാത്രം നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും. നിങ്ങൾ എത്രമാത്രം വയറ് നിറയ്ക്കുന്നോ അത്രമാത്രം നിങ്ങൾ രോഗികളായിത്തീരും. അതുകൊണ്ടാണ് മദീനയിൽ പ്രവാചകന്റെ കാലത്ത് ഷാമിൽ നിന്നൊന്ന് വൈദ്യൻ തന്റെ സ്ഥാപനം തുടങ്ങിയിട്ട് പൂട്ടിപ്പോകുന്നുണ്ട്. പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു ആശുപത്രി തുടങ്ങിയിട്ട് പൂട്ടിപ്പോകുന്നത് എന്നതാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഇവിടെ ആശുപത്രി വിജയിക്കില്ല എന്നാണ്. കാരണം അവര് പറഞ്ഞത്, സഹാബത്ത് പറഞ്ഞത്, ഞങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. വിശന്നാലേ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂ, ഭക്ഷണം കഴിച്ചാൽ തന്നെ ഞങ്ങൾ വയറ് നിറയ്ക്കുകയില്ല. ഇങ്ങനെ ഒരു ചിട്ടയും ഒരു സിസ്റ്റവും ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുടെ രോഗങ്ങൾ എന്ന് പറയുന്നത് യുദ്ധത്തിലേൽക്കുന്ന മുറിവുകളായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്ന ഈ രോഗങ്ങളൊന്നും, സാധാരണ നമ്മൾ പറയാറുള്ള രോഗങ്ങളൊന്നും അവർക്കില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്, സൂമു തസിഹു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കും, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കും. ഹദീസിന്റെ സനദ് പരിശോധിക്കുമ്പോൾ ലഈഫ് ആണെങ്കിലും അതിന്റെ മത്ന്, അതിന്റെ ആശയം ബലപ്രദമാണ്. പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലുണ്ട്. റമദാൻ മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കാനുള്ളതാണ്, മാത്രമല്ല മനുഷ്യന്റെ ശരീരത്തെയും സംസ്കരിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോമ്പ് പിടിക്കൂ, നോമ്പിലൂടെ നിങ്ങൾ ആരോഗ്യം നേടൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോമ്പ് മനുഷ്യന് ആരോഗ്യം നൽകുന്നതാണ്. മനുഷ്യന്റെ ശരീരത്തെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ഈ റമദാനാകുന്ന വർക്ക്ഷോപ്പിൽ കയറ്റി ഒന്ന് പണിപ്പെടുത്തി ശരിപ്പെടുത്തി എടുക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് നോമ്പ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ ഏതാനും ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്വയം വിമർശനത്തോടെ തന്നെ പറയുകയാണ്, ഈരാറ്റുപേട്ട ആരോഗ്യം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ മരണത്തിന്റെ ശരാശരി ആയുസ് എടുത്തു നോക്ക്. കേരളീയന്റെ ശരാശരി ആയുസ് 75 വയസ്സാണ്. ഇവിടെ ഇപ്പൊ നടക്കുന്ന മരണങ്ങൾ ഏതാണ്ട് ഒരു 65 വയസ്സ് ശരാശരി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരോഗ്യം സംരക്ഷിക്കുന്ന വിഷയത്തിൽ നമ്മൾ വളരെ പിന്നിലാണ്. ഭക്ഷണത്തിൽ ശ്രദ്ധയില്ല. വിശുദ്ധ റമദാൻ വരികയാണ്. എണ്ണക്കടികൾ എന്നുള്ളത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്.
എത്ര എണ്ണക്കടി വിൽക്കുന്ന കടകളാണ് ഈരാറ്റുപേട്ടയിൽ മുളച്ചു പൊന്തുന്നത്. ഞാൻ ആരുടെ ഒരു ബിസിനസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, പക്ഷെ ബിസിനസ് നടത്തുന്നവരും ചിന്തിക്കണം. മനുഷ്യന്റെ ആരോഗ്യത്തെ ഹനിക്കുന്ന സാധനങ്ങൾ വിറ്റഴിക്കരുത്. അതുകൊണ്ട് ഇത്തരം മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന വസ്തുക്കൾ, ഭക്ഷണങ്ങൾ വിശുദ്ധ റമദാനിലെങ്കിലും നമ്മൾ ഒഴിവാക്കണം. നോമ്പ് തുറക്കുന്ന സമയം അത്തരം ആഹാരങ്ങൾ നമ്മൾ കഴിക്കരുത്. അത് കേവലം ഒരു ശാരീരികമായ ഒരു അസുഖം വരുത്തുന്നെന്ന് മാത്രമല്ല, ധാർമ്മികമായൊരു കുറ്റകരമാണ്. വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങൾ ഒരിക്കലും നിങ്ങളായിട്ട് നിങ്ങൾക്കൊരു നാശം വരുത്തി വെക്കരുതെന്ന് നിങ്ങളോട് പറയുന്നുണ്ട് ഖുർആൻ. അതുകൊണ്ട് അത്തരം മനുഷ്യ ശരീരത്തിന് ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. ബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളോട് പറയാനുള്ളത്, അത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ പള്ളികളിൽ വിതരണം ചെയ്യുകയും ചെയ്യരുത്. ഇഫ്താറിന്റെ സമയത്ത് ഫ്രൂട്ട്സുകളും ആരോഗ്യദായകമായ ഭക്ഷണങ്ങളുമായിരിക്കണം പള്ളിയിൽ നിന്ന് വിതരണം ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രുചികരമായ ഭക്ഷണങ്ങളെ ഏറ്റവും നല്ലതായി കാണുന്ന രീതിയാണുള്ളത്. പൊറോട്ട നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പൊറോട്ടയും ഇത്ര ബീഫും ഉണ്ടെങ്കിൽ ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണമെന്ന് കരുതുന്നവരാണ് നമ്മൾ. ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാക്കിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. പടച്ചതമ്പുരാന്റെ എന്തോ കുതിരത്തുകൊണ്ടും അവന്റെ വലിയ കാരുണ്യം കൊണ്ടുമാണ് ഈ നാടിൽ പകർച്ചവ്യാധി ഉണ്ടാകാൻ പോയത്. ഒരു പകർച്ചവ്യാധിക്കുള്ള എല്ലാ സാധ്യതകളും ഈ നാട്ടിലുണ്ട്. നിങ്ങൾ ആറ്റിലേക്ക് നോക്ക്, നമ്മളല്ലേ ഈ മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞത്. ഇപ്പോൾ അത് വാരാൻ തീരുമാനിച്ചപ്പോൾ അതിനെ തീടുകയാണ്. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് എത്ര ദ്രോഹകരമാണ്. ക്യാൻസർ വരുത്തി വെക്കുമെന്ന് വൈദ്യശാസ്ത്രം ഒന്നടങ്കം പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് കത്തിച്ചതിന്റെ സ്മെല്ല് നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ, പ്ലാസ്റ്റിക് കുത്തിയിട്ട് കത്തിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, വേസ്റ്റുകൾ ആറ്റിലേക്ക് വലിച്ചെറിയുക, ഇത്ര വലിയ ദ്രോഹം എന്തിരിക്കുന്നു. ഇങ്ങനെ ഈ പരിസ്ഥിതിയെ നമ്മൾ മലിനപ്പെടുത്തി ആറിൽ വെള്ളം കുറഞ്ഞു വരികയാണ്. ഏതാനും ദിവസം കഴിഞ്ഞ് ആറ് വറ്റുന്ന അവസ്ഥയാണ്. ശുദ്ധജലം ലഭ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോവുകയാണ്. അതികഠിനമായ ചൂടാണ് കാലാവസ്ഥ. വിശുദ്ധ റമദാൻ നമുക്ക് വരികയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ രോഗങ്ങൾക്ക്, പകർച്ചവ്യാധികൾക്കുള്ള സാധ്യതകൾ ഈ നാട്ടിൽ നിലനിൽക്കെ തന്നെ അള്ളാഹു അവന്റെ വലിയ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ നമ്മളിൽ നിന്ന് തട്ടിമാറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് സഹകരിക്കണം. വിശുദ്ധ റമദാനിൽ ഭക്ഷണങ്ങൾ നമ്മൾ ക്രമീകരിക്കണം. ഭക്ഷണങ്ങൾ വേസ്റ്റാക്കുന്ന രീതി ഉണ്ടാകരുത്. സാധാരണ റമദാനിൽ ധാരാളം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അത് വലിച്ചെറിയുക, അത് പാഴാക്കുക, ഇത്ര വലിയ തെറ്റാണത്. നിങ്ങൾ ഭക്ഷിച്ചോളിൻ, നിങ്ങൾ വെള്ളം കുടിച്ചോളിൻ, വലാ തുസ്രിഫു, ദൂർത്ത് കാണിക്കരുതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് റമദാനിൽ നമ്മുടെ ഭക്ഷണങ്ങൾക്കൊരു മിതത്വം വേണം. കഴിക്കുന്നതിനും മിതത്വം വേണം, പാചകം ചെയ്യുന്നതിനും മിതത്വം പാലിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉച്ച കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കലും ഉച്ചവരെ പാത്രം കഴുകലും ഇതാണ് സാധാരണ ഒരു ജോലി. അത് മാറ്റിയിട്ട് അവർക്ക് ഇബാദത്തിനുള്ള സമയം കിട്ടണം. വൈകുന്നേരമാകുമ്പോൾ നമ്മളൊന്ന് സഹായിക്കണം. നമ്മൾ അടുക്കളയിൽ കയറി ജ്യൂസ് ഉണ്ടാക്കാനോ നാരങ്ങ പിഴിയാനോ ഒക്കെ ഒന്ന് ഭാര്യമാരെ സഹായിക്കണം. അതൊക്കെ പ്രവാചകന്റെ ചര്യയാണ്. പ്രവാചകനാണ് അവിടുത്തെ വീട്ടിൽ ആടിനെ കറന്നിരുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം വേണം. CH മുഹമ്മദ് ഖായ സാഹിബ് വളരെ ഹാസ്യരൂപേണ പറയാറുള്ള ഒരു കാര്യമുണ്ട്. കണ്ണൂർക്കാരൊരിക്കൽ പടച്ചോനെ കാണാൻ പോയൊരു കഥ പറയും CH. കണ്ണൂർ എന്നുള്ള ചില ആളുകൾ അള്ളാഹിനെ കാണാൻ വേണ്ടി പോയിന്ന നോമ്പിലൊരു വിട്ടുവീഴ്ച ചോദിക്കാൻ വേണ്ടി അവർ പടച്ചോനോട് ചോദിച്ചു, അള്ളാഹുവേ നോമ്പ് ഉച്ച വരെ പോരെ, ലുഹർ വരെ പോരെ? പടച്ചോൻ പറഞ്ഞു പറ്റൂല. എന്നാ അസർ വരെ പോരെ? അള്ള പറഞ്ഞു പറ്റൂല. എന്നാ വെള്ളം കുടിക്കാൻ അനുവദിച്ചൂടെ, ഭക്ഷണം ഒഴിവാക്കാം? പടച്ചോൻ പറഞ്ഞു പറ്റൂല. അപ്പോൾ ഇവര് പറഞ്ഞു, എന്നാ നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞു പോന്ന കണ്ണൂർക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും അത് ഉപഭോഗിക്കുകയും ചെയ്യുന്നത് എന്നാണ് CH പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് CH പറഞ്ഞതുപോലെ ഈ സമുദായത്തെ നയിക്കണമെങ്കിൽ നല്ല ദഹനശക്തിയും വേണം, നല്ല സഹനശക്തിയും വേണമെന്ന് CH പറഞ്ഞത്. നല്ല ദഹനശക്തി വേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, സമയം പരിമിതമാണ്. ഈ വിശുദ്ധമായ റമദാൻ നമ്മുടെ മുന്നിലുണ്ട്. ഇൻഷാ അല്ലാഹ് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ഈ വർഷത്തെ പരിശുദ്ധമായ റമദാൻ നമുക്ക് സമാഗതമാകുകയാണ്. അള്ളാഹു ഒരു റമദാൻ കൂടി നമുക്ക് തരികയാണ്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, റബ്ബേ ഈ വിശുദ്ധ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണമേ. ഈ റമദാൻ ഞങ്ങളുടെ മുന്നിലുണ്ട്. റമദാൻ മുന്നിൽ നിൽക്കെ ഞങ്ങളുടെ ആരുടെയും ആയുസ് നീ പിടിക്കരുത്. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണം. ഈ റമദാനിനെ ധന്യമാക്കാൻ, ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ, ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധമാക്കാൻ നീ ഒരു അവസരം ഞങ്ങൾക്ക് തരണമെന്ന് പടച്ചതമ്പുരാനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും റമദാനിന് വേണ്ടി മാനസികമായും ശാരീരികമായും നമ്മൾ ഒരുങ്ങുകയും വീട്ടുകാരെ ഒരുക്കുകയും ചെയ്യേണ്ട അതിപ്രധാനമായ വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യാനും അതിനെ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നോമ്പ് പോലും നഷ്ടപ്പെടാതെ, ഒരു ഫർള് നമസ്കാരം പോലും നമുക്ക് നഷ്ടപ്പെടാതെ, ഒരു ജമാഅത്തും നഷ്ടപ്പെടാതെ, ഒരു തറാവീഹും നഷ്ടപ്പെടാതെ
ഈ വിശുദ്ധ റമദാനിനെ നമുക്ക് വരവേൽക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങളും അതിന്റെ പഠനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. നമ്മുടെ സക്കാത്തുകൾ, സദഖകൾ അത് നമ്മൾ ഈ റമദാനോടുകൂടി കൊടുത്തു തീർക്കണം. നമ്മളൊരു നല്ല മനുഷ്യരായി മാറണം. ഈ റമദാനിന് ശേഷം ഒരു പുതിയ ജീവിതം നമുക്ക് ഉണ്ടായിത്തീരണം. അള്ളാഹുവിന്റെ അടുക്കലേക്ക് എപ്പോൾ പോകേണ്ടി വന്നാലും നല്ല മനുഷ്യനായി, ഒരു മുഅ്മിനായി സ്വർഗം സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പടച്ചവന്റെ അടുക്കലേക്ക് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.